ഇന്നലെ പ്രേക്ഷകർ കേട്ട എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റ് തട്ടിപ്പുണ്ടല്ലോ, ആ ഫർണിച്ചർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് ഒരു മുന്നറിയിപ്പ് കൂടി നമ്മുടെ വാർത്തയ്ക്ക് ശേഷം വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇറക്കിയിട്ടുണ്ട്. ഈ എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റ് പൂട്ടിയതിനു പിന്നാലെ പുതിയ വെബ്സൈറ്റുമായിട്ട് തട്ടിപ്പ് സംഘം വരുന്നു. ഇതെന്താണ് ഈ അമീബ പോലെ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. ഇത്തവണ റോയൽ എൻഫീൽഡിൻ്റെ പേരും ഫോട്ടോയും ലോഗോയും ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പ്. 480 രൂപ ബൈക്കിൽ നിക്ഷേപിച്ചാൽ 6 മാസത്തിൽ 21,600 രൂപയാകുമെന്നാണ് വാഗ്ദാനം. പോയി ചെന്ന് കെണിയിൽപ്പെട്ടേക്കല്ലേ. 5,000 രൂപ നിക്ഷേപിച്ചാൽ 3 ദിവസത്തിൽ 15,000 തിരികെ ലഭിക്കുമെന്നും വാഗ്ദാനമുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്, തട്ടിപ്പിന്റെ മറ്റൊരു മുഖം. മലയാളികളിൽ നിന്ന് കോടികൾ തട്ടിച്ച എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റ് പൂട്ടി. എന്നാൽ അതോടുകൂടി അവർ തട്ടിപ്പ് അവസാനിപ്പിച്ചോ? ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. പുതിയ രൂപത്തിൽ പുതിയ പ്രോഡക്റ്റുമായി അവർ ഓൺലൈനിൽ എത്തിക്കഴിഞ്ഞു. രണ്ട് പ്ലാനുകളാണ് ഇവർ പറയുന്നത്. പ്ലാൻ പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി. അതിൽ പ്രോഡക്റ്റ് എയിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു രീതി, തട്ടിപ്പ് രീതി ഇങ്ങനെയാണ്. 180 ദിവസം കൊണ്ട് നിങ്ങളുടെ 480 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആകെ തുക 180 ദിവസം കഴിയുമ്പോൾ 21,600 രൂപയായി ഉയരും. അതോടൊപ്പം പ്ലാൻ ബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 1,660 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 170 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 76,160 രൂപയായി ഉയരും. ഇനി പ്ലാൻ സിയും പ്ലാൻ ഡിയും എല്ലാം ഉണ്ട്. അതെല്ലാം ഇത്തരത്തിൽ മോഹിപ്പിക്കുന്ന വിലകൾ തന്നെയാണ്. പ്രോഡക്റ്റ് ബിയിൽ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ക്വിക്ക് ഇൻകം പ്ലാനാണ്. 5,000 രൂപ മുടക്കി ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്കത് 15,000 ഉയരും. 9,000 രൂപ മുടക്കി നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് അത് 30,000 രൂപയായി വരും. ഇതിൽ തന്നെ മൊബൈൽ ആപ്പുണ്ട്. മൊബൈലിലാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി മൊബൈൽ ആപ്പുണ്ട്. ഓൺലൈനിൽ നമുക്ക് സംസാരിക്കാൻ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാം പേജിലേക്കാണ് പോകുന്നത്. ഈ ടെലഗ്രാം പേജിൽ നമുക്ക് മെസ്സേജ് അയക്കാം. നമ്മൾ മെസ്സേജ് അയക്കുന്നതോടുകൂടി നമ്മൾ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അംഗമാകും. എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റ് പൂട്ടിയതിന് തൊട്ട് പിന്നാലെ അവർ തുടങ്ങിയതാണ് ഭൂട്ടാൻ ഫർണിച്ചർ. അത് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിയതിന് തൊട്ട് പിന്നാലെ വീണ്ടും അവർ മറ്റൊരു വെബ്സൈറ്റ് തുടങ്ങിയിരുന്നു. അത് ഫ്രൂട്ട് വെബ്സൈറ്റ് ആണ്. അതായത് പഴവർഗ്ഗങ്ങളിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്താം. അതും സമാനമായ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇരട്ടിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു തന്ത്രം. ഈ ഇരട്ടിപ്പിക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 1 രൂപയും നിങ്ങൾക്ക് തിരികെ കിട്ടുകയുമില്ല. റോയൽ എൻഫീൽഡ് അധികൃതരുമായി ഞങ്ങൾ സംസാരിച്ചു. അവർക്ക് ഈ കമ്പനിയുമായോ ഈ വെബ്സൈറ്റുമായോ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു ഡീലർഷിപ്പ് അവർ നൽകിയിട്ടുമില്ല. അപ്പോൾ ആരാണ് വെബ്സൈറ്റിന് പിന്നിൽ? പോലീസ് ജാഗ്രതാ നിർദ്ദേശം മാത്രം നൽകിയാൽ മതിയാകുമോ? അതിലൂടെ മാത്രം തട്ടിപ്പ് അവസാനിക്കുമോ? ഓരോ ദിവസവും പുതിയ പേരിൽ അവതരിപ്പിക്കുന്ന ഈ തട്ടിപ്പുകൾ എങ്ങനെ നിയന്ത്രിക്കും? വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം.എൽ.നൊപ്പം റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഇന്നലെ ഉമേഷ് ബാലകൃഷ്ണൻ ഇടപെട്ട് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ച എലിഫന്റ് ഫർണിച്ചർ തട്ടിപ്പുകാർ തന്നെയാണോ ഈ എൻഫീൽഡിന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഈ തട്ടിപ്പിന് പിന്നിലും? തീർച്ചയായും അങ്ങനെ തന്നെ കരുതണം. കാരണം നേരത്തെ എലിഫന്റ് ഫർണിച്ചർ ആപ്പിൽ പണം നിക്ഷേപിച്ച് പ്രതിസന്ധിയിലായ ആളുകൾക്കാണ് ഇപ്പോൾ ഈ എൻഫീൽഡ് ബൈക്കിൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ആപ്പിൻ്റെ മെസ്സേജുകൾ വരുന്നത്. പുതിയ ആപ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ഈ ആപ്പിൽ കയറൂ എന്ന്. സ്വാഭാവികമായി മറ്റുള്ളവരുടെ കോൺടാക്ട് ലിസ്റ്റിൽ തന്നെ വീണ്ടും ഇതേ തട്ടിപ്പ് വരണമെങ്കിൽ അതിന് പിന്നിലും ഈ എലിഫന്റ് ഫർണിച്ചർ ആപ്പ് നടത്തിയവർ തന്നെയായിരിക്കണം. ഇതിലൊരിക്കലും ഈ റോയൽ എൻഫീൽഡ് കമ്പനിയുമായി ഒരു ബന്ധവുമില്ല. ആദ്യം പ്രേക്ഷകർ അത് മനസ്സിലാക്കണം. റോയൽ എൻഫീൽഡ് കമ്പനിയുമായി ഇതിനൊരു ബന്ധവുമില്ല. അവരുടെ ലോഗോ, അവരുടെ ബൈക്കുകളുടെ ഫോട്ടോ, അവരുടെ പേര് എന്നിവ ദുരുപയോഗം ചെയ്ത് ഏതോ ഒരു ഗൂഢസ്ഥലത്തിരുന്ന് പടച്ചു വിടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് ആളുകളെ പറ്റിച്ച് തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മളിത് എത്തിക്കുന്നതാണ്. കാരണം ഇത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ തന്നെ കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞും നിക്ഷേപിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ അത്തരം മണ്ടത്തരങ്ങളിലെ കാര്യങ്ങളും ചാടുമോ എന്ന് സംശയിക്കേണ്ടതില്ല. കാരണം അങ്ങനെ ചാടിയവരുടെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകർക്ക്
മുന്നിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ദിവസം കൊണ്ട് 3 ഇരട്ടി ലാഭമെല്ലാം പറഞ്ഞ് ക്ഷണിച്ചു കഴിഞ്ഞാൽ, അത്തരമൊരു വാഗ്ദാനങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾ കൂടുതൽ പേരും അതിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരാളും ഇതിൽ വീഴരുത്. ഓരോ ദിവസവും ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ പുതിയ പേരിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എലിഫന്റ് ഫർണിച്ചർ ആപ്പ് പൂട്ടിയതിന് പിന്നാലെ ഇവർ മുന്നോട്ട് വെച്ച മറ്റൊരു ആപ്ലിക്കേഷനും മറ്റൊരു വെബ്സൈറ്റുമായിരുന്നു ഭൂട്ടാൻ ഫർണിച്ചർ. അതും പൂട്ടിച്ചു. അതിനുശേഷം ഇവർ പഴവർഗ്ഗങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രൂട്ട് വെബ്സൈറ്റ് തുടങ്ങി. അതും പൂട്ടിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ 4ാമത്തെ വെബ്സൈറ്റുമായി വന്നിരിക്കുന്നത്. അത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ബൈക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ എലിഫന്റ് ഫർണിച്ചറിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ബൈക്ക് കിട്ടില്ല, പകരം ആ ബൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ഈ ബൈക്ക് മറ്റ് ഡീലേഴ്സ് മറിച്ച് വിൽക്കുമ്പോൾ അതിൻ്റെ ലാഭവിഹിതമാണ് ഈ 3 ദിവസം കൊണ്ടെല്ലാം ഇരട്ടിയിലധികം തുക നിങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് ഇവർ ഇതിൽ ചേരുന്നവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. ഒപ്പം ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി വാഗ്ദാനവും നൽകുന്നു. അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ തന്നെ ഇതും അതേ രീതിയിൽ തന്നെയാണ് ഈ ബൈക്കിന്റെ പേരിലുള്ള തട്ടിപ്പ് നടക്കുന്നത്. പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവസാനത്തെ കച്ചിത്തുരുമ്പെന്ന് കരുതി 480 രൂപയല്ലേ, പോയാൽ പോട്ടെ, ചിലപ്പോൾ കിട്ടിയാലോ, ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞ് ആളുകൾ കൊണ്ട് നിക്ഷേപിക്കും എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. ശ്യാം പറയുന്നു, ഇതിനു മുമ്പ് KTM ബൈക്കിന്റെ പേരിൽ ഇങ്ങനെയൊരു തട്ടിപ്പുണ്ടായിരുന്നു എന്ന് ശ്യാം ശിവാനന്ദൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഉമേഷ്, ഒരുപക്ഷെ ഇത് ഇവന്മാരുടെയൊക്കെ സ്ഥിരം പരിപാടിയായിരിക്കും അല്ലേ? ഈ ജോലി ചെയ്യാതിരുന്ന് പണം ഇരട്ടിപ്പിച്ച് പുട്ടടിക്കാം എന്നൊക്കെ കരുതുന്ന സാധുക്കളായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, അവരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ചങ്ങാതിമാരായിരിക്കും. ഇതൊക്കെ കണ്ടാൽ അറിയാതെ 450 രൂപയല്ലേ, അങ്ങിട്ട് കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടുമല്ലോ എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ടാവും അല്ലേ ഉമേഷ്? അതുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപക്ഷെ 480 രൂപ നിക്ഷേപിച്ചാൽ ആദ്യം ഒരു 2-3 ദിവസമെല്ലാം 180 രൂപ വെച്ച് നമുക്ക് കിട്ടുമായിരിക്കും. അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയില്ല, പക്ഷെ അത് വാലറ്റിൽ ആഡായി കിടക്കും. അങ്ങനെ ആഡായി കിടക്കുമ്പോൾ ഒരു പെട്ടെന്ന് പുതിയൊരു ഓഫർ വരുന്നു. 3 ദിവസത്തേക്കാണ്. നിങ്ങൾ 5000 രൂപ ഇന്ന് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ 15,000 കിട്ടും. അപ്പോൾ ഇവരുടെ മനസ്സിൽ 450 രൂപ അല്ലെങ്കിൽ 480 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ചിന്തിക്കുക, ഈ 3 ദിവസം കൊണ്ട് 1 മണിക്കൂർ മാത്രം നിൽക്കുന്ന ഈ ഓഫർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 3 ദിവസം കഴിയുമ്പോൾ 3 ഇരട്ടിയായി കിട്ടും. ആരുടെ നിന്നും കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ മറ്റ് കച്ചിത്തുരുമ്പില്ലാതെ 480 ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ 2ാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കടം വാങ്ങിയോ പണയം വെച്ചോ ഇൻവെസ്റ്റ് ചെയ്യും. അത് പിന്നെ ലോൺ എടുത്തും ഇൻവെസ്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം എലിഫന്റ് ഫർണിച്ചർ ആപ്പുമായി ബന്ധപ്പെട്ട് പണി കിട്ടിയ ഒരാൾ പറഞ്ഞത് തൻ്റെ വീട് ഹൗസിംഗ് ലോണിൻ്റെ ഒരു ഭാഗം എടുത്ത് ഏകദേശം 4 ലക്ഷം രൂപയോളം ഹൗസിംഗ് ലോൺ കിട്ടിയത്. ആ ഹൗസിംഗ് ലോണിൻ്റെ പണം എടുത്ത് 10 ദിവസം കൊണ്ട് ഇരട്ടിയിലധികം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആളുണ്ട്. അതായത് ലോൺ എടുത്ത് പോലും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് പണം നൽകുന്ന ആളുകൾ മലയാളികൾക്കിടയിലുണ്ട്. അവരെ കൂടി ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ വാർത്ത നമ്മൾ കൊടുക്കേണ്ടി വന്നത്. ഇത്തരമൊരു തട്ടിപ്പ് സംഘങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഇത് നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് പണം ക്രെഡിറ്റായി അല്ലെങ്കിൽ ഒരുപക്ഷെ 180 രൂപയോ 200 രൂപയോ എല്ലാം നിങ്ങൾക്ക് തിരികെ പണമായി ലഭിക്കുകയും ചെയ്യും. 480 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ. പക്ഷേ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു ചതിക്കുഴിയിലേക്കാണ്. തീർച്ചയായിട്ടും ഉമേഷ്, ഇതൊരു മുന്നറിയിപ്പായി നമ്മൾ പ്രേക്ഷകരോട് കൊടുക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇത്തരം കെണികളിൽ പോയി തലവെച്ച് കൊടുക്കാനേ പാടില്ല എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ബിജു നമ്പ്യാർ പറയുന്നു, ഡോക്ടർ അരുൺ, സാംസങ് ഇലക്ട്രോണിക്സിന്റെ പേരിൽ ഇപ്പോഴും ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ബിജു നമ്പ്യാർ പറയുന്നുണ്ട്. അതേപോലെ KTM ബൈക്കിന്റെ പേരിലും ഇതേപോലെയുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇത്രയും വിദ്യാഭ്യാസമുണ്ടെന്ന് പറയപ്പെടുന്ന മലയാളികളാണ് കൂടുതൽ പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന് രാജേഷ് കുമാർ പറയുന്നു. മാത്രവുമല്ല, വിയർക്കാതെ പണം സമ്പത്തുണ്ടാക്കണം എന്ന ചിന്ത മലയാളി എന്ന് ഉപേക്ഷിക്കുന്നു അന്ന് മാത്രമേ ഇത്തരം ആപ്പുകൾ ഇല്ലാതാവൂ എന്ന് അബ്ദുള്ള പറയുന്നു. മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം കേന്ദ്രീകരിച്ചും ധാരാളം കമ്പനികളുടെ തട്ടിപ്പുണ്ട് എന്ന് കൗഫ്മാൻ ചാർലി പറയുന്നു. പലതരം തട്ടിപ്പുകൾ പല രൂപത്തിലാണ് നമ്മളുടെ വരുന്നത്. നിങ്ങളൊരു കാര്യം ഓർമ്മിച്ചോളൂ പ്രിയപ്പെട്ടവരെ, ബാരി കോമണർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ദർ ഈസ് നോ ഫ്രീ ലഞ്ച് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായി ആരും ഭക്ഷണം തരില്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ആരെങ്കിലും നിങ്ങൾക്ക് സൗജന്യമായി എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളെ അവൻ വിൽക്കുകയാണ്, അതല്ലെങ്കിൽ നിങ്ങളെ അവൻ പറ്റിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ അതൊരു ചാരിറ്റി ആയിരിക്കണം. അതല്ലാത്തിടത്തോളം കാലം നിങ്ങൾ 1 രൂപ കൊടുത്താൽ അത് നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിച്ചു പോകരുത്. വലിയ തട്ടിപ്പുകളാണ്. നിങ്ങളെ പ്രലോഭനങ്ങൾ പെടുത്താൻ വേണ്ടി ഒരുപാട് പേർ ഇറങ്ങുന്നുണ്ടാവും. മാനായും മാരീജിനായും എലഫൻ്റായും എൻഫീൽഡായും തട്ടിപ്പുകാർ നമ്മുടെ മുന്നിലുണ്ട്. ജാഗ്രതയായി എന്ന് മാത്രം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ പണമല്ലേ, അത് ഉമ്മാരുടെ കൈ കൊണ്ട് കൊടുക്കണോ? അതെങ്ങനെയെങ്കിലും അധ്വാനിച്ച് 4 കാശുണ്ടാക്കാൻ നോക്കുക, സമാധാനത്തോടുകൂടി ജീവിക്കാൻ നോക്കുക. പണം ഇരട്ടിപ്പ് സംഘത്തിൻ്റെ കെണിയിൽ പോയി പ്രിയപ്പെട്ട പ്രേക്ഷകർ വീണു പോകരുത്.